Hi my dear friends, welcome to Varma's Video. ഇന്ന് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്ന ഈ റെസിപ്പിക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ഒരു വ്യൂവറായ ശിവദാസേട്ടൻ പറഞ്ഞു തന്ന വടമാങ്ങയുടെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു തന്നിട്ടാണ് ഞാൻ വടമാങ്ങയെക്കുറിച്ചിട്ട് ആദ്യമായിട്ട് കേൾക്കുന്നത്. ഉണ്ടാക്കി നോക്കിയപ്പോൾ അടമാങ്ങയെക്കാളും അതിഗംഭീരം. അപ്പോൾ എനിക്ക് തോന്നി ഈ ഒരു റെസിപ്പി നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന്. ദീർഘകാലം കേടുകൂടാതിരിക്കുന്ന ഈ വടമാങ്ങ അകലെയുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ ഒന്നാണ്. അടമാങ്ങ പോലെ തന്നെ വെറുതെ കഴിക്കാനും ചോറുണ്ണുമ്പോൾ കൂട്ടി ഉണ്ണാനും ഇത് നല്ലതാണ്. എന്നാൽ പിന്നെ വളരെ വ്യത്യസ്തവും രുചികരവുമായ ഈ വടമാങ്ങ എങ്ങനെയാണ് ഉണ്ടാക്കണേന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞാനിവിടെ 3 കിലോ മാങ്ങയാണ് വടമാങ്ങ ഉണ്ടാക്കാൻ വേണ്ടി എടുത്താക്കണത്. അപ്പോൾ ഇതുപോലൊരു 3 കിലോ മാങ്ങയൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 35-നും 40-നും ഇടയ്ക്ക് വടമാങ്ങ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. വടമാങ്ങ ഉണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ലത് ചെനച്ച മൂവാണ്ടൻ മാങ്ങയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മൂവാണ്ടൻ മാങ്ങ ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക. അതില്ലാന്നുണ്ടെങ്കിൽ കയ്യിലുള്ള വേറെ ഏത് മാങ്ങയാണെങ്കിലും കുഴപ്പമില്ല, അതെടുത്തോളൂ. പണ്ടത്തെ ആളുകൾ മാങ്ങയൊന്നും ഒട്ടും പാഴാക്കി കളയാറില്ലായിരുന്നു. അപ്പോൾ അവരൊക്കെ അടമാങ്ങ ഉണ്ടാക്കാനായിട്ട് മാങ്ങ പൂളിയെടുത്തതിന് ശേഷം അണ്ടിയിൽ അവശേഷിച്ചിരുന്ന ദശ ചെത്തിയെടുത്തിട്ട് അത് അരച്ചാണ് വടമാങ്ങ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇത് ഞാനിപ്പോൾ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന മാങ്ങയാണ്. നമുക്കൊരു പീലർ ഉപയോഗിച്ചിട്ട് ഈ മാങ്ങയുടെ തൊലി ഒന്ന് കളഞ്ഞെടുക്കാം. അതിനുശേഷം ഇതുപോലെ നമുക്ക് മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയെടുക്കാം. അപ്പോൾ വല്ലാണ്ട് ചെറുതാവൊന്നും വേണ്ട. എന്തായാലും നമ്മളിത് മിക്സിയിൽ ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കാൻ പോണതാണ്. വടമാങ്ങ വേണമെങ്കിൽ നമുക്ക് 2 തരത്തിലുണ്ടാക്കാം, മധുരമുള്ളതും മധുരമില്ലാത്തതും. എനിക്ക് കൂടുതൽ രുചികരമായിട്ട് തോന്നിയിട്ടുള്ളത് മധുരമുള്ളതിനാണ്. അപ്പം മധുരമില്ലാത്ത വടമാങ്ങ വേണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്ക് മധുരം ചേർക്കണ ആ ഒരു സ്റ്റെപ്പ് മാത്രം അവോയ്ഡ് ചെയ്താൽ മതി. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ഇനി നമുക്ക് നമ്മുടെ വടമാങ്ങ ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ആവശ്യമുള്ളതെന്ന് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 100 ഗ്രാം മുളക് പൊടിയാണ് എടുത്താക്കുന്നത്. അത് 50 ഗ്രാം എരിവുള്ള മുളക് പൊടിയും 50 ഗ്രാം എരിവ് കുറവുള്ള പിരിയമുളകിൻ്റെ, അതായത് കാശ്മീരി ചില്ലിയുടെ പൊടിയാണ് എടുത്താക്കുന്നത്. അപ്പോൾ ഞാനിവിടെ നമ്മുടെ വടമാങ്ങയ്ക്ക് നല്ലൊരു കളറും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് 50 ഗ്രാം കാശ്മീരി ചില്ലിയും കൂടിയായിട്ട് എടുത്താക്കുന്നത്. ശർക്കര നിങ്ങൾക്ക് 100 തൊട്ട് 150 ഗ്രാം വരെ നിങ്ങളുടെ രുചിക്ക് അനുസരിച്ചിട്ട് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 150 ഗ്രാം തന്നെ ശർക്കര എടുക്കുന്നുണ്ട്. ശർക്കര ഒന്ന് പൊടിച്ചിട്ടാണ് എടുത്താക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എടുത്താക്കുന്ന മാങ്ങ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മുഴുവൻ മാങ്ങയും ചെനച്ചതല്ല, കുറച്ച് മാങ്ങ പച്ചമാങ്ങയും കൂടി ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്രയും ശർക്കര ചേർത്താലാണ് അതിന് മധുരം വരുള്ളൂ. ചെനച്ച മാങ്ങ തന്നെയാണ് മാങ്ങാവട ഉണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്നത് ഫുള്ളും ചെനച്ച മാങ്ങ തന്നെയാണെങ്കിൽ ഒരു 100 ഗ്രാമൊക്കെ ശർക്കര മതിയായിരിക്കും. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് വറുത്ത് പൊടിച്ച ഉലുവപ്പൊടിയും കായപ്പൊടിയാണ്. അപ്പോൾ ഉലുവയും കായൊക്കെ എങ്ങനെയാണ് വറുത്ത് പൊടിക്കണേന്നുള്ളത് ഇതിന് മുമ്പുള്ള അച്ചാറുകളുടെ റെസിപ്പിയിലൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഉലുവ മാങ്ങയുടെ റെസിപ്പി എങ്ങനെ നോക്കിയാൽ മതി. അപ്പോൾ അറിയാത്ത ആൾക്കാർ അതൊന്ന് കണ്ടു നോക്കാം. അതിൻ്റെ ലിങ്കും കൂടി ഞാൻ ഇതിനോടൊപ്പം മെൻഷൻ ചെയ്യുന്നുണ്ട്. ഉലുവപ്പൊടി നമുക്ക് 1.5 സ്പൂണാണ് വേണ്ടത്. അതേ അളവിൽ 1.5 സ്പൂൺ തന്നെയാണ് കായപ്പൊടിയും വേണ്ടത്. ഇനി നമുക്ക് വേണ്ടത് ഉപ്പാണ്. അപ്പോൾ ഉപ്പ് എടുക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ എടുക്കുന്ന മാങ്ങയുടെ പുളിക്കും നിങ്ങളുടെ രുചിക്കൊക്കെ അനുസരിച്ചിട്ടുള്ള ഉപ്പ് ചേർക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ ഉപ്പാണ് ഇതിലേക്ക് ചേർക്കണത്. ഇനി ഞാനൊരു മിക്സിയിൽ ഈ നുറുക്കി വെച്ചേക്കണ മാങ്ങാപ്പുളുകൾ കുറേശ്ശെയായിട്ട് ഉപ്പും ശർക്കരയും ചേർത്തിട്ട് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ അരയ്ക്കാനുള്ള ആ ഒരു എളുപ്പത്തിനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ശർക്കര ഇവിടെ ഇങ്ങനെ പൊടിച്ച് ചേർത്താക്കണത്. ഇതാ കണ്ടില്ലേ, ഇപ്പം ഞാൻ നമ്മുടെ മാങ്ങാപ്പൂളൊക്കെ നല്ല വെണ്ണ പോലെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തേക്ക് പകർത്തിയിട്ട് അതിൽ മറ്റുള്ള പൊടികളൊക്കെ മിക്സ് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ അളന്ന് വെച്ചാക്കണ മുളക് പൊടികൾ മിക്സ് ചെയ്യാണ്. 50 ഗ്രാം എരിവുള്ള മുളക് പൊടിയും 50 ഗ്രാം പിരിയമുളകിൻ്റെ പൊടിയാണ് ഞാൻ ഇപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 1.5 സ്പൂൺ ഉലുവപ്പൊടിയാണ്. അവസാനമായിട്ട് 1.5 സ്പൂൺ കായപ്പൊടി കൂടി ചേർക്കുകയാണ്. ഇനി നമുക്ക് ഈ പൊടികളെല്ലാം അരച്ചു വെച്ചേക്കുന്ന പൾപ്പിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് എടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ എരിവും ഉപ്പും മധുരമൊക്കെ നിങ്ങളുടെ പാകത്തിനാണോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്തോളൂ. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. കുറേശ്ശെ എണ്ണ തടവി കൊടുത്തതിന് ശേഷം ഇതുപോലൊരു പ്ലാസ്റ്റിക് ഷീറ്റിലാണ് ഞാൻ മാങ്ങയുടെ പൾപ്പ് പരത്തിയെടുക്കുന്നത്.
അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് എന്തോ ഗുണം വെച്ചാൽ പ്ലാസ്റ്റിക് ഷീറ്റിലാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് മാങ്ങയുടെ പൾപ്പ് ഉണങ്ങി കിട്ടും. അതുപോലെ തന്നെ നമുക്ക് കൈകാര്യം ചെയ്യാനും വളരെ എളുപ്പമാണ്. ഞാൻ ഇപ്പോൾ ഇവിടെ ഓരോ തവി മാവ് കോരി ഒഴിച്ചിട്ട് തവി കൊണ്ട് തന്നെ വട പോലെ പരത്തിയെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നമുക്കിതൊരു 4-5 ദിവസമെങ്കിലും നല്ല വെയിലത്ത് ഉണക്കിയെടുക്കേണ്ടി വരും. നമ്മളിപ്പോൾ ഇലയിലൊക്കെയാണ് ഈ മാവ് പരത്തിയെടുക്കണമെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴേക്കും ഇല അങ്ങോട്ട് വല്ലാണ്ട് ചുരുങ്ങിപ്പോവും. അപ്പോൾ നമുക്കൊരു 4-5 ദിവസമെങ്കിലും നന്നായിട്ട് വെയിലത്ത് ഉണക്കേണ്ടതല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ പ്ലാസ്റ്റിക് ഷീറ്റ് തന്നെ ഉപയോഗിക്കുന്നത്. നല്ല വെയിലുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ 2 ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് മാങ്ങാവട ഷീറ്റിൽ നിന്ന് വിട്ട് കിട്ടും. അപ്പോൾ ഷീറ്റിൽ നിന്ന് അടർത്തിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്, വിട്ട് പോരണില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഉണക്കിയെടുത്തതിന് ശേഷം മാത്രം അത് വിടിയിച്ചെടുക്കുക. മാങ്ങാവട ഷീറ്റിൽ നിന്ന് അടർത്തിയെടുത്തതിന് ശേഷവും 2 പുറവും ഒന്നും കൂടി തിരിച്ചും മറിച്ചിട്ടിട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കുക. ഈർപ്പരസം തീരെ ഇല്ലാതെ നന്നായിട്ട് ഉണക്കിയെടുക്കുമ്പോഴേ നമുക്ക് ഈ മാങ്ങാവട ദീർഘകാലം കേടുകൂടാതെ സൂക്ഷിച്ചു വെക്കാനായിട്ട് കഴിയുള്ളൂ. നല്ല വെയിലുള്ള സമയമാണെങ്കിൽ 4-5 ദിവസം കൊണ്ട് തന്നെ നമുക്കിത് നന്നായിട്ട് ഉണങ്ങി കിട്ടും. നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈർപ്പരസം ഒട്ടും തട്ടാത്ത എയർ ടൈറ്റുള്ള കണ്ടെയ്നേഴ്സുകളിൽ വേണം വടമാങ്ങ സൂക്ഷിച്ചു വെക്കാനായിട്ട്. ദീർഘകാലം കേടുകൂടാതിരിക്കുന്ന ഈ വടമാങ്ങ അകലെയുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ കൊടുത്തുവിടാൻ പറ്റിയൊരു വിഭവമാണ്. അടമാങ്ങ പോലെ വെറുതെ കഴിക്കാനും ചോറിൻ്റെ ഒപ്പം കൂട്ടിയുണ്ണാനും വളരെ നല്ലതാണിത്. ഈ ഒരു മാങ്ങക്കാലത്ത് വെയിലൊട്ടും കളയാതെ അടമാങ്ങയെക്കാളും ഗംഭീരവും വ്യത്യസ്തവുമായ വടമാങ്ങ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം മറ്റൊരു പുതിയ റെസിപ്പിയായിട്ട്. അതുവരെ ബൈ.